നടി ഹണി റോസിനെതിരായ അശ്ലീല കമന്റിൽ ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. പനങ്ങാട് നിന്നാണ് പ്രതിയെ പിടികൂടിയിരിക്കുന്നത്. ഹായ്, ഫേസ്ലെസ് ആണ്. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഹണി റോസിനെ കുറിച്ച്. അന്നത് അധികാരം കണ്ടില്ല. പക്ഷേ ഇന്ന് സംഭവിക്കുന്ന കാര്യങ്ങളാണ് അന്ന് ഞാൻ പറഞ്ഞത്. വെറുതെ ഒരു പേഴ്സണിന് പിന്നാലെ നടന്ന് അവരുടെ ശാരീരിക അവയവങ്ങളെ കുറിച്ച് സംസാരിക്കുകയും അവരുടെ വസ്ത്രധാരണത്തെ കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നതിന് എന്ത് അധികാരമാണ് നാട്ടുകാർക്ക് നിയമം കൊടുത്തിട്ടുള്ളതെന്നാണ് ഞാൻ അന്ന് ചോദിച്ചത്. അന്നത് പറഞ്ഞപ്പോൾ തന്നെ കൂടെ ഞാനൊരു കാര്യം പറഞ്ഞു. അവര് പ്രതികരിക്കാത്തിടത്തോളം കാലം നമ്മൾ ഇവിടെ കിടന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ലാന്ന്. എന്നാൽ ഇന്ന് അത് സംഭവിച്ചിരിക്കുകയാണ്. അവര് പ്രതികരിച്ചിരിക്കുന്നു. മലയാളി നടി ഹണി റോസ് തനിക്ക് നേരിട്ട ചില ചൂഷണപരമായ അനുഭവങ്ങൾക്കും അപമാനകരമായ നടപടികൾക്കുമെതിരെ പ്രതികരിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ഒരു വിശദീകരണത്തിന് തുടക്കമിട്ടു. അതായത് ഹണി റോസ് ഫേസ്ബുക്കില് ഒരു പോസ്റ്റ് അതിനകത്ത് പറയുന്നത്, ഒരു വ്യക്തി തന്റെ പിന്നാലെ പിന്തുടർന്ന് വെറുമൊരു ആഘോഷത്തിൽ പങ്കെടുക്കാൻ ക്ഷണിച്ചതും പിന്നീട് അതിൽ പങ്കെടുത്തതിന് ശേഷം മറ്റ് ക്ഷണങ്ങൾ അവര് നിരസിച്ചപ്പോൾ ഇയാൾ പല ഇന്റർവ്യൂകളിലും എത്തി അവരെ അപമാനകരമായ പരാമർശങ്ങൾ നടത്തി എന്നുള്ളതുമാണ്. ഞാൻ നടീനെ പറഞ്ഞോളൂ, വെടിയെന്ന് പറഞ്ഞിട്ടില്ലേ? അവിടെ ഹണി റോസ് താമസിച്ച് മറ്റേ ഹോട്ടലിലാണല്ലോ, ബോച്ച അവിടെ തന്നെയാണോ താമസിച്ചത്? എങ്ങനെ കിട്ടുമോ? നമുക്ക് എല്ലാവർക്കും അറിയാം ആ വ്യക്തി ആരാന്ന്. അന്ന് ആ ഉദ്ഘാടനത്തിന് അവരെത്തിയപ്പോ തന്നെ അവരെ കുറിച്ച് ആ സ്പോട്ടില് അയാൾ എന്താണ് പരാമർശിച്ചതെന്നും നമുക്കറിയാം. ഈ മഹാഭാരതം സീരിയലില് ഒരു കഥാപാത്രമുണ്ട്. എനിക്ക് ആ കുന്തി ദേവിയെ കാണുമ്പോ ഹണി റോസിനെയാണ് ഓർമ്മ വരുന്നത്. അതിനെക്കുറിച്ചായിരുന്നു ഞാൻ വീഡിയോ ചെയ്തതും. അതിനുശേഷം എല്ലാ ഇന്റർവ്യൂകളിലും അയാൾക്ക് റീച്ച് കിട്ടാൻ വേണ്ടി അയാൾ ഇവരെ കോട്ട് ചെയ്ത് പല രീതിയിലുള്ള സംസാരങ്ങൾ അല്ലെങ്കിൽ ആൻസറുകൾ, ഉത്തരങ്ങൾ കൊടുത്ത് നടക്കുകയായിരുന്നു. ഇനി എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ കൂട്ടാനും കൂടുതലുണ്ടെങ്കിൽ കുറയ്ക്കാനും മാത്രമല്ല ആകാര വടിവത്ത ഹണി റോസിനെ പോലെ ഉള്ളൊരു സുന്ദരിയെ ഈ സംഭവത്തിൽ ഈ വ്യക്തി ഹണി റോസിന്റെ സ്വകാര്യതയും ആത്മാഭിമാനവും നശിപ്പിക്കാൻ ശ്രമിച്ചതായിട്ട് നടി പറയുന്നു. ഹണി റോസ് ബോബി ചെമ്മണ്ണൂർ അല്ലെങ്കിൽ ബോച്ചയുടെ പേര് വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും അതിനൊപ്പം ഈ വ്യക്തി ആരാണെന്നുള്ളത് താങ്കൾ പോസ്റ്റുകളിലൊന്നും പരാമർശിച്ചിട്ടില്ല. തോന്നുന്നു അത് ആളുകൾക്ക് അറിയാവുന്ന ആൾ തന്നെയാണ്. വിവിധ റിപ്പോർട്ടുകൾ പ്രകാരം വ്യവസായിയും സാമൂഹ്യ പ്രവർത്തകനും എന്ന് വിളിക്കപ്പെടുന്നതുമായ ബോബി ചെമ്മണ്ണൂരുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ് ഇതിന് പിറകിലെന്ന് എല്ലാവർക്കും അറിയാം. ഹണി റോസ് പറയുന്നത് സ്ത്രീകളോട് ഇങ്ങനെ ഒരു സമീപനം നടത്തുന്നത് ക്രിമിനൽ കുറ്റമായി കണക്കാക്കണമെന്നാണ്. ആദ്യമേയൊക്കെ അയാൾ അത് പറയുമ്പോ അവഗണിച്ചു വിട്ടെങ്കിലും പക്ഷെ ഇതൊരു സാമൂഹ്യ പ്രസക്തിയുള്ള കാര്യമായിട്ട് തന്നെ സംസാരിക്കപ്പെടേണ്ട വിഷയമായിട്ട് തോന്നിയത് കൊണ്ടാണ് ഇത് സംസാരിക്കുന്നതെന്നാണ് ഹണി റോസ് പറഞ്ഞത്. കാരണം അയാൾ പുറകെ നടന്നിട്ട് ആണ് അയാളുടെ ഉദ്ഘാടനത്തിന്, അയാളുടെ ആ സംരംഭത്തിന് ഉദ്ഘാടനത്തിന് പോയതും. അയാളെന്ന് പറഞ്ഞാൽ ആരാണെന്ന് നമുക്കറിയാം, പക്ഷെ ഹണി റോസ് അത് സൂചിപ്പിച്ചിട്ടില്ല. അത് ആരും ആയിക്കോട്ടെ, അവിടെ പോയതും അതിനുശേഷം പിന്നീടുള്ള സംരംഭങ്ങളിലൊക്കെ ഉദ്ഘാടനത്തിന് വിളിക്കുമ്പോൾ ഇതുപോലുള്ള നാട്ടുകേസ് ഏറ്റെടുക്കില്ല എന്ന് പറഞ്ഞതിന് പ്രകാരം എല്ലാ ഇന്റർവ്യൂസിലും അവസരം കിട്ടുമ്പോഴെല്ലാം ഇവരുടെ പേര് പറഞ്ഞ് ഇവരെ അപമാനിക്കലാണ് പുള്ളിയുടെ, അതായത് ഈ പറഞ്ഞ ആളുടെ പ്രധാന തൊഴിൽ. ഈ സംഭവം സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന ചൂഷണങ്ങളുടെ പ്രശ്നങ്ങൾ വീണ്ടും ചർച്ച ചെയ്യുന്നതിന് കാരണമാക്കിയിട്ടുണ്ട്. കാരണം സ്ത്രീകൾക്ക് ജോലി സ്ഥലങ്ങളിലും പൊതുസ്ഥലങ്ങളിലും ഒന്നും അവരുടെ അന്തസ്സും സുരക്ഷയും സംരക്ഷിക്കാൻ വേണ്ട നിയമ നടപടികൾ എടുക്കുന്നില്ല എന്നുള്ളതാണ് ഹണി റോസ് ചൂണ്ടിക്കാട്ടുന്നത്. ഉണ്ടല്ലോ, അങ്ങനെ ഉണ്ടല്ലോ. ശരിക്കും അങ്ങനെ എടുക്കാം, ഇങ്ങനെയും എടുക്കാം, എങ്ങനെ വേണമെങ്കിൽ എടുക്കാം. ചിരിക്കാൻ താല്പര്യമുള്ളവര്, എന്റർടൈൻമെന്റ് ആഗ്രഹിക്കുന്നവർക്കൊക്കെ അങ്ങനെ എടുക്കാം. എന്താണെങ്കിലും ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന്റെ പിന്നാലെ അവരെ അപമാനിക്കുന്ന രീതിയിൽ 27 കമന്റുകൾ, അതായത് 27 പേരെഴുതിയ കമന്റുകൾ വന്നിരുന്നു. അവരൊന്നും നോക്കിയില്ല. ഇത്തവണ അവര് വെയിറ്റ് ചെയ്തില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം അവരുടെ പോസ്റ്റ് താഴെ അവരെ കുറിച്ച് അത്രയും അനാവശ്യങ്ങളാണ് എഴുതി വിടാറുള്ളത്. ഞാൻ മുന്നേ ചെയ്ത വീഡിയോയിലും ഇത് വ്യക്തമായിട്ട് പറഞ്ഞതാണ്. ഇതിനുള്ള അധികാരം ആരാണ് കൊടുത്തതെന്ന്? അത് അവരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. എന്തുമായിക്കോട്ടെ, അവരുടെ ബോഡി, അവരുടെ ഡ്രസ്സ്, അവര് പൈസ കൊടുക്കുമ്പോൾ വന്ന് ഇനാഗ്രേഷൻ ചെയ്തു, തിരിച്ചു പോകുന്നു. ഈ വിളിക്കുന്നവർ തന്നെ അവരെ അപമാനിച്ചു വിടുന്ന സ്റ്റേജ്. പക്ഷെ അവരൊന്നിനും പ്രതികരിച്ചിട്ടില്ല. പക്ഷെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അവർ സീരിയസ് ആയിട്ട് ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് താഴെ കമന്റ് അടിച്ച, അതായത് അപമാനകരമായ കമന്റുകൾ അടിച്ച 27 പേർക്കെതിരെ എറണാകുളം സെൻട്രൽ പോലീസിൽ അവർ പരാതി നൽകി. അശ്ലീല പരാമർശങ്ങൾ നടത്തിയ ഈ വ്യക്തികളുടെ സ്ക്രീൻഷോട്ടുകൾ സഹിതമാണ് ഹണി റോസ് പരാതി നൽകിയത്. പോലീസ് ഇവർക്കെതിരെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ കേസിൽ ഒരാളെ അറസ്റ്റ് ചെയ്തതായി ഇപ്പോ പുതുതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അറസ്റ്റിലായ വ്യക്തി ഹണി റോസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് താഴെ അശ്ലീല പരാമർശങ്ങൾ നടത്തിയതിൽ പങ്കാളിയായിരുന്നു. പോലീസ് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ്. മറ്റു പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ശ്രമങ്ങൾ തുടരുന്നുണ്ട്. എന്തായാലും ഇതൊരു നല്ല തുടർച്ചയാവട്ടെ. സ്ത്രീ എന്ന് പറയുന്നത് ആർക്കും എന്തും പറയാവുന്ന ഒരാളായിട്ട്, സ്ത്രീ എന്നല്ല ആരുടെ കീഴിലും, ഇതിപ്പോ അതൊരു പുരുഷനായാലും സ്ത്രീ ആയാലും ആരുടെ കീഴിലും വന്ന് അസഭ്യം പറയാനുള്ള ഒരു ലൈസൻസ് ആൾക്കാർക്കില്ല എന്നുള്ളത് ആൾക്കാർ മനസ്സിലാക്കട്ടെ. ബൈ.